തിരുവനന്തപുരം കരമനയിൽ ബൈക്ക് അപകടത്തിൽ 3 മരണം. ബൈക്ക് ഫുട്പാത്തിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഋത്തിക് എന്നിവർ മരിച്ചു. ഇപ്പോൾ അപകട സ്ഥലത്തു നിന്നും നിർവൻ ചക്രവർത്തി ഓടിച്ചേരുകയാണ്. നിർവൻ, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? സിന്ധൂരി കരമന കളീക്കവള പാതയിൽ ദേശീയപാതയിലാണ് ദാരുണമായ അപകടം നടന്നത്. ഇന്നലെ രാത്രി 1:30 മണിയോടുകൂടിയാണ് അപകടം. അവർ സഞ്ചരിച്ചിരുന്ന 3 ചെറുപ്പക്കാരാണ്. അവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക്, സ്കൂട്ടർ ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അടുത്തുണ്ടായിരുന്ന അവിടെ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളെയും ഇടിച്ചു തെറിപ്പിച്ച് ഫുട്പാത്തിലേക്ക് ഇടിച്ച് വാഹനം കയറി എന്നതാണ്. രാത്രി 1:30 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലെ ജീവനക്കാരാണ് 3 പേരും. അവർ നെയ്യാറ്റിൻകര സ്വദേശികളാണ് 2 പേർ. നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഋത്തിക് എന്നിവരാണ് മരിച്ചത്. ഇവർ ഹോട്ടലിലെ ജോലിക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നഗരത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ സൂചന. ഇവിടെ ഈ ഫുട്പാത്തിലേക്ക് ബൈക്ക് നിയന്ത്രണം വിട്ടതാണോ എന്നതാണ് ലഭിക്കുന്ന വിവരം. നിയന്ത്രണം വിട്ടതോ അല്ല എങ്കിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായതാണ് സാധ്യത. അമിത വേഗതയായിരുന്നു എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. പക്ഷേ ഈ വാഹനം ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റ് 2 വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിച്ച് അകത്തേക്ക് വീഴുകയായിരുന്നു. ഈ 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഇവരുടെ 3 പേരുടെയും മൃതശരീരം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വളരെ ദാരുണമായ അപകടമാണ് ഉണ്ടായത്. അപകടത്തിലെ സ്പോട്ടിൽ വെച്ച് തന്നെ, അപകട സ്ഥലത്ത് വെച്ച് തന്നെ 3 പേരും മരണപ്പെട്ടു. 3 പേരും ഒരു ബൈക്കിലാണ് സഞ്ചരിച്ചിരുന്നത്. ഈ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അമിത വേഗതയിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് വൺ വേ ആയതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക്, കളീക്കവളയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ എതിർഭാഗത്ത് നിന്ന് എതിർ ദിശയിലേക്ക് വാഹനങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാത്ത റോഡാണ്. ആ റോഡിലാണ് ഇങ്ങനെ ഒരു അപകടം നടന്നത്. പക്ഷേ ദാരുണമായ അപകടമാണ്. ഇന്നലെ പുലർച്ചെ 1:30 മണിക്ക് അപകടം സംഭവിക്കുന്നു. ഈ തൊട്ടടുത്ത് പിന്നിൽ നിന്ന് വന്ന യാത്രികരാണ് ഇങ്ങനൊരു അപകടം നടന്ന വിവരം അറിയുന്നത്. നാട്ടുകാർ ഓടിക്കൂടി ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷേ 3 പേരും ഈ സ്പോട്ടിൽ വെച്ച് തന്നെ, ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നതാണ് വളരെ ദാരുണമായ സംഭവം. നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഋത്തിക് എന്നിവരാണ് മരണപ്പെട്ടത്. 3 പേരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ അപകടത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, അമിത വേഗതയായിരുന്നോ, അപകടത്തിന് കാരണമായ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇനി കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. കാരണം വളരെ നടുക്കത്തോടെയാണ് തലസ്ഥാന നഗരം ഈ അപകട വാർത്ത രാവിലെ കേട്ടത്. വളരെ രക്തം തളം കെട്ടി കിടക്കുന്നത് ഇവിടെ കാണാം. നമുക്ക് തന്നെ അത് പ്രേക്ഷകരെ രാവിലെ തന്നെ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോകാത്തത്. പക്ഷേ 3 ചെറുപ്പക്കാരുടെ മരണത്തിന് ഇടയാക്കിയ ദാരുണമായ അപകടമാണ് തിരുവനന്തപുരം നഗരത്തിൽ കരമന കളീക്കവള ദേശീയ പാതയിൽ ഇന്ന് പുലർച്ചെ അർദ്ധരാത്രി കഴിഞ്ഞ് 1:30 മണിയോടുകൂടി മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെയാണ് ഈ മരണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഈ മരിച്ച 3 പേരെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഋത്തിക് എന്നിവരാണ് മരണപ്പെട്ടത്. ഇത് മരണത്തെ സംബന്ധിച്ചും ഒപ്പം തന്നെ അപകടത്തെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. പക്ഷേ വളരെ നടുക്കത്തോടെ തന്നെയാണ് ഈ അപകടത്തെ സംബന്ധിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. കാരണം 3 ചെറുപ്പക്കാരുടെ മരണത്തിന് കാരണമാക്കിയ ദാരുണമായ അപകടമാണ് കരമന കളീക്കവള ദേശീയപാതയിൽ സംഭവിച്ചിരിക്കുന്നത്. സിന്ധൂരി.